ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം സൂറത്തുൽ മുംതഹിനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 9 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 10-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുൻ അല്ലാഹു അഅലമു ബിഈമാനിഹിൻ ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ ലാ ഹുന്ന ഹില്ലുൽ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ വആതൂഹും മാ അൻഫഖൂ വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുൻ വലാ തുംസികൂ ബിഹുസമിൽ കവാഫിരി വസ്അലൂ മാ അൻഫഖ്തും വൽയസ്അലൂ മാ അൻഫഖൂ ദാലികും ഹുക്മുല്ലാഹി യഹ്കുമു ബൈനകും വല്ലാഹു അലീമുൻ ഹകീം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് സത്യവിശ്വാസികൾ അവിശ്വാസികളായ ആളുകളോട് പെരുമാറേണ്ടത്, അവരെ എങ്ങനെയാണ് അകൽച്ച പാലിക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് പുണ്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി 10-ാമത്തെ ആയത്തിൽ ഒരു പുതിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നൊരു പദപ്രയോഗമാണ്. ഇത് പല പ്രാവശ്യം വന്നതാണ് മുമ്പ്. യാ അയ്യുഹ, അത് നമുക്ക് അടുത്ത ഭാഗം കൂടെ പറയുമ്പോഴാണ് ആ ഒരു വിളിക്കാനുള്ള പദപ്രയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാവുക. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് ചേരുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ, അതായത് അല്ലസീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ അല്ലെങ്കിൽ വിശ്വസിച്ചവരായ. യാ അയ്യുഹല്ലസീന ആമനു, വിശ്വസിച്ചവരെ, വിശ്വാസികളെ. അപ്പോൾ അത് വിളിക്കുകയാണ്. വെറും അല്ലസീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ. അത് യാ അയ്യുഹല്ലസീന കൂടെ ചേർന്ന് വരുമ്പോൾ വിശ്വസിച്ചവർ എന്നുള്ളത് വിശ്വസിച്ചവരെ അള്ളാഹു വിളിക്കുകയാണ്. യാ അയ്യുഹല്ലസീന ആമനു, സത്യവിശ്വാസികളെ. ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു. ജാഅ എന്ന് പറഞ്ഞാൽ വന്നു. ഇദാ ജാഅ വന്നാൽ, ചെറിയ സൂറത്തിൽ നമ്മൾ പഠിച്ചതല്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. അപ്പോൾ ഇദാ ജാഅ വന്നാൽ, കും നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളിലേക്ക്. ഇദാ ജാഅക്കും നിങ്ങളിലേക്ക് വന്നാൽ. ആര്? അൽ മുഅ്മിനാത്തു. മുഅ്മിനുൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, മുഅ്മിനത്തുൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിനി, സ്ത്രീ. ആ ഒരു മുഅ്മിനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികൾ, സത്യവിശ്വാസികളായ സ്ത്രീകൾ. അപ്പോൾ സത്യവിശ്വാസിനികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, മുഹാജിറാത്തിൻ, ഏതവസ്ഥയിൽ വന്നാൽ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. മുഹാജിറുൻ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയവൻ, മുഹാജിറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയവൾ, മുഹാജിറാത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയവർ അല്ലെങ്കിൽ ഹിജ്റ വന്നവരായ സ്ത്രീകൾ. അപ്പോൾ ഹിജ്റ വന്നവരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഹിജ്റ വന്നവരായിക്കൊണ്ട് സത്യവിശ്വാസിനികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ, ഫംതഹിനൂഹുന്ന. ഇംതഹന എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു എന്നാണ്. യംതഹിനു പരീക്ഷിക്കും, പരീക്ഷിക്കുന്നു. ഇംതഹിൻ കൽപ്പനക്രിയ, നീ പരീക്ഷിക്ക്. കുറേ പേരോട് പറയുമ്പോൾ ഇംതഹിനു, നിങ്ങൾ പരീക്ഷിക്കുവീൻ. ഇംതഹിനു ഹുന്ന, ഹുന്ന എന്ന് പറഞ്ഞാൽ അവരെ എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളെ സൂചിപ്പിക്കാനാണ് ഹുന്ന ഉപയോഗിക്കുക. പുരുഷന്മാരാണെങ്കിൽ അവരെ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അവർ എന്നുള്ള അർത്ഥത്തിൽ ഹും എന്നാണ് പറയുക. അപ്പോൾ ഹും എന്നുള്ളത് പുരുഷന്മാർക്കും ഹുന്ന എന്നുള്ളത് സ്ത്രീകൾക്കും. അർത്ഥം രണ്ടിൻ്റെയും അവർ എന്നാണ്. അപ്പോൾ ഇവിടെ ഹുന്ന എന്ന് വന്നു. അപ്പോൾ സ്ത്രീകളെ, അവരെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ, അപ്പോൾ ഇംതഹിനു നിങ്ങൾ പരീക്ഷിക്കുവീൻ ഹുന്ന അവരെ, ആ സ്ത്രീകളെ.
ഫംതഹിനൂഹുന്ന, അപ്പോൾ നിങ്ങൾ അവരെ പരീക്ഷിക്കുവീൻ. ഈ ഒരു പദത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ പേര് വന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഒന്നാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ. ഫംതഹിനൂഹുന്ന എന്നുള്ള ഈ പദത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ പേര് വന്നത്. ഇനി അള്ളാഹു അലമു, അള്ളാഹു അലമു എന്ന് പറഞ്ഞാൽ, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, അലമു ഏറ്റവും നന്നായി അറിയുന്നവൻ, കുറേ അറിയുന്നവൻ. അപ്പോൾ അള്ളാഹു അലമു, അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. എന്ത്? ബി ഈമാനിഹിന്ന. ശരിക്കും ഈ ബി എന്നുള്ളത് അലിമയുടെ കൂടെ ചേർന്ന് വരുന്നൊരു പദമാണ്. അലിമ ബി എന്നാണ് പറയാം. എങ്കിലും നമുക്കിവിടെ അതിനെപ്പറ്റി അതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥം കൊടുക്കാം. ഈമാനിഹിന്ന, ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ആമന വിശ്വസിച്ചു, ഈമാൻ വിശ്വാസം, മുഅ്മിൻ വിശ്വാസി. ഈമാനുഹുന്ന അവരുടെ വിശ്വാസം. ഹുന്ന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ എന്നുള്ള അർത്ഥം. അപ്പോൾ ഈമാനുഹുന്ന അവരുടെ വിശ്വാസം. അതിൻ്റെ മുമ്പിൽ ബി വരുമ്പോൾ ബി ഈമാനിഹിന്ന എന്നായി മാറും. ഈമാനു എന്നുള്ളത് ഈമാനി എന്നായി മാറും. അപ്പോൾ ഹുന്ന എന്നുള്ളത് ഹിന്ന എന്നാവും. ബി ഈമാനിഹിന്ന അവരുടെ വിശ്വാസത്തെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച്. അപ്പോൾ അള്ളാഹു നന്നായി അറിയുന്നവനാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, ആ സ്ത്രീകളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. ഫ ഇൻ അലിംതുമൂഹുന്ന, ഫ ഇനി, അതൊരു ഇസ്തിനാഫിയുടെ ഫ ആയിട്ടാണ് പറയാം. ഇനി ഇൻ അലിംതുമൂഹുന്ന, അലിമ അറിഞ്ഞു, അലിംതും നിങ്ങൾ അറിഞ്ഞു, അലിംതുമൂഹുന്ന നിങ്ങൾ അവരെ അറിഞ്ഞു. അതിൻ്റെ മുമ്പിൽ ഇൻ എന്ന് വരുമ്പോൾ ആൽ എന്നുള്ള അർത്ഥം കിട്ടും. ഇൻ അലിംതുമൂഹുന്ന നിങ്ങൾ അവരെ അറിഞ്ഞാൽ, നിങ്ങൾ അവരെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ. ആ ഫാവും കൂടെ ചേർത്ത് പറയുമ്പോൾ ഫ ഇൻ അലിംതുമൂഹുന്ന, ഇനി നിങ്ങൾക്ക് അവരെ മനസ്സിലായാൽ, ഇനി നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെട്ടാൽ. മുഅ്മിനാത്തിൻ വിശ്വാസികളാണ് എന്ന്. മുഅ്മിനത്തുൻ ജമഅ് മുഅ്മിനാത്ത്, വിശ്വാസിനികൾ, വിശ്വാസിനികൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ. ഫലാ തർജിഊഹുന്ന, ഫ അപ്പോൾ, ലാ അരുത്, ലാ തർജി നീ മടക്കരുത്. റജഅ എന്ന് പറഞ്ഞാൽ മടക്കി, തർജിഉ നീ മടക്കും, നീ മടക്കുന്നു. ലാ തർജി നീ മടക്കരുത്. കുറേ പേരോട് പറയുമ്പോൾ ലാ തർജിഉ നിങ്ങൾ മടക്കരുത്. ഫലാ തർജിഉ അപ്പോൾ നിങ്ങൾ മടക്കരുത്, തിരിച്ചയക്കരുത്. ഹുന്ന അവരെ, ആ സ്ത്രീകളെ. ഫലാ തർജിഉ ഹുന്ന അപ്പോൾ നിങ്ങൾ ആ സ്ത്രീകളെ, അവരെ നിങ്ങൾ തിരിച്ചയക്കരുത്, മടക്കി അയക്കരുത്, മടക്കരുത്. എങ്ങോട്ട് മടക്കരുത്? ഇലൽ കുഫാരി, കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുഫാർ. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്. അപ്പോൾ കുഫാർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ, സത്യനിഷേധികൾ. ഇലൽ കുഫാരി സത്യനിഷേധികളിലേക്ക്, അവിശ്വാസികളിലേക്ക്. ആ അവിശ്വാസികളിലേക്ക് നിങ്ങൾ ആ സ്ത്രീകളെ മടക്കി അയക്കരുത്. ലാ ഹുന്ന, ലാ അല്ല, ഹുന്ന അവർ, ആ സ്ത്രീകൾ. ലാ ഹുന്ന ആ സ്ത്രീകൾ അല്ല, അവർ അല്ല. ഹില്ലുൻ അനുവദനീയം, ഹല്ല എന്ന് പറഞ്ഞാൽ അനുവദനീയമായി, ഹില്ലുൻ അനുവദനീയം. ലഹും അവർക്ക്, ആ പുരുഷന്മാർക്ക്. ലാ ഹുന്ന ഹില്ലുൽ ലഹും ആ സ്ത്രീകൾ, ആ പുരുഷന്മാർക്ക്, അവർക്ക് അനുവദനീയമല്ല. ഹും എന്ന് പറയുമ്പോൾ പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്, ഹുന്ന എന്നാവുമ്പോൾ സ്ത്രീകളെയാണ്. അപ്പോൾ ലാ ഹുന്ന ആ സ്ത്രീകളല്ല, ഹില്ലുൻ അനുവദനീയം, ലഹും അവർക്ക്, അവിടെ ഹും എന്നാണ്, അപ്പോൾ പുരുഷന്മാരാണ്. ലഹും അവർക്ക്, ആ പുരുഷന്മാർക്ക് അനുവദനീയമല്ല. വലാഹും അവരും അല്ല, വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. ലാ അല്ല, ഹും അവർ, വലാഹും അവരും അല്ല. വെറും ലാഹു എന്ന് പറഞ്ഞാൽ അവരല്ല, വലാഹും അവരും അല്ല. യഹില്ലൂന ഹല്ല അനുവദനീയമായി, യഹില്ലു അനുവദനീയമാകും, അനുവദനീയമാകുന്നു. യഹില്ലൂന അവർ അനുവദനീയമാകും, അവർ അനുവദനീയമാകുന്നു. വലാഹും യഹില്ലൂന അവരും അനുവദനീയമാകുന്നില്ല, അല്ലെങ്കിൽ അവരും അനുവദനീയമാകുകയില്ല. ലഹുന്ന അവർക്ക്, ആ സ്ത്രീകൾക്ക്. അപ്പോൾ വലാഹും യഹില്ലൂന ആ പുരുഷന്മാർ, അവർ അനുവദനീയമാകുന്നില്ല, അല്ലെങ്കിൽ അനുവദനീയമാകുകയും ചെയ്യുന്നില്ല. ലഹുന്ന അവർക്ക്, അതായത് ആ സ്ത്രീകൾക്ക്. വ ആത്തൂഹും, ആത്താ എന്ന് പറഞ്ഞാൽ നൽകി, കൊടുത്തു എന്നാണ്. ആത്തൂ
അത് കൽപ്പനക്രിയയുടെ ബഹുവചന രൂപ. ആത്തി എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുക എന്നാണ്, നീ നൽക്. റബ്ബന ആത്തിന, അവിടെ നൽകണേ എന്ന് പറയാൻ വേണ്ടി റബ്ബന ഞങ്ങളുടെ നാഥ, ആത്തിന ഞങ്ങൾക്ക് നൽകണേ. അപ്പോൾ അവിടെ ആത്തി എന്ന് പറഞ്ഞാൽ നീ നൽക് എന്നാണ് അർത്ഥം. കുറേ പേരോട് പറയുമ്പോൾ ആത്തൂ നിങ്ങൾ നൽകുവീൻ, നിങ്ങൾ കൊടുക്കുവീൻ. വ ആത്തൂ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക, നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ഹും അവർക്ക്, ആ പുരുഷന്മാർക്ക്. മാ അൻഫഖൂ, അൻഫഖ എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു. അൻഫഖൂ അവർ ചെലവഴിച്ചു. മാ എന്ന് പറയുമ്പോൾ അത് എന്നൊരർത്ഥം അതിൻ്റെ കൂടെ ചേരും. അൻഫഖൂ അവർ ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ കൂടെ അത് എന്ന് ചേരുമ്പോൾ അവർ ചെലവഴിച്ചത്. മാ അൻഫഖൂ അവർ ചെലവഴിച്ചത്. അപ്പോൾ വ ആത്തൂഹും മാ അൻഫഖൂ അവർ ചെലവഴിച്ചത് അവർക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ആ പുരുഷന്മാർ ചെലവഴിച്ചത് ആ പുരുഷന്മാർക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യണം. വലാ ജുനാഹ അലൈക്കും, വാവ് അത്തിഫിൻ്റെ വാവാണ്. ഇനി ഇതും കൂടെ ലാ ജുനാഹ. ജുനാഹ് എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലെങ്കിൽ കുറ്റം. ലാ ജുനാഹ തെറ്റില്ല, കുറ്റമില്ല. അലൈക്കും നിങ്ങളുടെ മേൽ. അലൈഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ, അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ. അപ്പോൾ വല വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ വലാ ജുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ കുറ്റവും ഇല്ല, നിങ്ങളുടെ മേൽ തെറ്റും ഇല്ല. എന്തിന്? അൻ തൻകിഹൂഹുന്ന. നക്കഹ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു എന്നാണ്. യൻകിഹു വിവാഹം ചെയ്യും, വിവാഹം ചെയ്യുന്നു. തൻകിഹു നീ വിവാഹം ചെയ്യുക, അല്ലെങ്കിൽ നീ വിവാഹം ചെയ്യുന്നു, നീ വിവാഹം ചെയ്യും. തൻകിഹൂന നിങ്ങൾ വിവാഹം ചെയ്യുന്നു, നിങ്ങൾ വിവാഹം ചെയ്യും. അതിന് മുമ്പിൽ അൻ വരുമ്പോൾ അൻ തൻകിഹു എന്നാവും, അവസാനത്തെ നൂന് പോവും. അൻ തൻകിഹു നിങ്ങൾ വിവാഹം ചെയ്യുക എന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യൽ. ഹുന്ന അവരെ, ആ സ്ത്രീകളെ. അൻ തൻകിഹു ഹുന്ന അവരെ നിങ്ങൾ വിവാഹം ചെയ്യുക എന്നത്. അപ്പോൾ വലാ ജുനാഹ അലൈക്കും നിങ്ങളുടെ മേൽ തെറ്റില്ല, കുറ്റമില്ല. അൻ തൻകിഹു ഹുന്ന നിങ്ങൾ അവരെ, ആ സ്ത്രീകളെ വിവാഹം ചെയ്യൽ. ഇസാ ആത്തൈത്തുമൂഹുന്ന ആത്താ നൽകി, കൊടുത്തു. ആത്തൈത്തും നിങ്ങൾ കൊടുത്തു. ആത്തൈത്തുമൂഹുന്ന നിങ്ങൾ അവർക്ക് കൊടുത്തു. അതിന് മുമ്പിൽ ഇസാ വരുമ്പോൾ അങ്ങനെ ആയാൽ, ഇസാ ആത്തൈത്തുമൂഹുന്ന നിങ്ങൾ അവർക്ക് കൊടുത്താൽ, നിങ്ങൾ അവർക്ക് നൽകിയാൽ. എന്ത്? ഉജൂറഹുന്ന അജ്റുൻ പ്രതിഫലം, ഉജൂർ പ്രതിഫലങ്ങൾ. അജ്റിൻ്റെ ബഹുവചനാണ് ഉജൂർ. ഉജൂറഹുന്ന അവരുടെ പ്രതിഫലങ്ങൾ, ആ സ്ത്രീകളുടെ പ്രതിഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മഹറുകൾ, അവർക്കുള്ള മഹറുകൾ. അപ്പോൾ അവർക്കുള്ള പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള വിവാഹമൂല്യം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ചെയ്താൽ പിന്നെ അവരെ കല്യാണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. വലാ തുംസിക്കൂ. അംസക്ക എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു. യുംസിക്കു അവൻ പിടിച്ചു വെക്കുന്നു, അവൻ പിടിച്ചു വെക്കും. തുംസിക്കു നീ പിടിച്ചു വെക്കും, നീ പിടിച്ചു വെക്കുന്നു. ലാ തുംസിക് നീ പിടിച്ചു വെക്കരുത്. കുറേ പേരോട് പറയുമ്പോൾ ലാ തുംസിക്കൂ നിങ്ങൾ പിടിച്ചു വെക്കരുത്. വലാ തുംസിക്കൂ നിങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. ആ വാവ് വരുമ്പോൾ അങ്ങനെയും എന്നുള്ള അർത്ഥം കിട്ടും. വലാ തുംസിക്കൂ നിങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. എന്ത്? ബി ഹിസ്വമിൽ കവാഫിരി. ഹിസ്വം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം വിവാഹബന്ധം, വിവാഹ കരാർ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആ ഒരു കെട്ട്. അപ്പോൾ വിവാഹബന്ധത്തെ, ബി ഹിസ്വമി വിവാഹബന്ധത്തെ, ബി എന്ന് വരുമ്പോൾ അതിനെ എന്നുള്ള അർത്ഥം കൊടുക്കാം. ബി ഹിസ്വമി വിവാഹബന്ധത്തെ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആ കെട്ടുകളെ, അതിനെ നിങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. അൽ കവാഫിരി ആരുടെ? അവിശ്വാസിനികളുടെ. കാഫിറത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് കവാഫിർ. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസിയായ പുരുഷൻ, കാഫിർ. കാഫിറത്ത് എന്ന് പറഞ്ഞാൽ അവിശ്വാസിനി അല്ലെങ്കിൽ അവിശ്വാസിയായ സ്ത്രീ. അതിൻ്റെ ബഹുവചനമാണ് കവാഫിർ, അവിശ്വാസിനികൾ, അവിശ്വാസികളായ സ്ത്രീകൾ. ബി ഹിസ്വമിൽ കവാഫിരി. ബി ഹിസ്വമിൽ കവാഫിരി എന്ന് പറയുമ്പോൾ കാഫിറുകളായ സ്ത്രീകളോടുള്ള നിങ്ങളുടെ വിവാഹബന്ധത്തെ അത് നിങ്ങൾ പിടിച്ചു വെക്കുകയും ചെയ്യരുത്. വസ് അലൂ സഅല ചോദിച്ചു, ഇസ് അൽ നീ ചോദിക്ക്, കൽപ്പനക്രിയ. കുറേ പേരോട് പറയുമ്പോൾ ഇസ് അലൂ നിങ്ങൾ ചോദിക്കുവീൻ. അതിനു മുമ്പിൽ വാ വരുമ്പോൾ വസ് അലൂ നിങ്ങൾ ചോദിക്കുകയും ചെയ്യുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യുക. എന്ത്? മാ അൻഫഖ്തും. അൻഫഖ ചെലവഴിച്ചു.
അൻഫഖ്തും നിങ്ങൾ ചെലവഴിച്ചു, മാ അൻഫഖ്തും നിങ്ങൾ ചെലവഴിച്ചത്. വൽ യസ് അലൂ അത് ശരിക്ക് വലി യസ് അലു എന്നാണ്, ലാമുൽ അംർ എന്നാണ് അതിന് പറയാം. അതിന് മുമ്പിൽ ഒരു വാവ് വരുമ്പോൾ വലി എന്നുള്ളതിന് പകരം വൽ എന്നുള്ള രൂപത്തിലാവും. ശരി, അപ്പോൾ അവിടെ വൽ യസ് അലു അല്ലെങ്കിൽ വലി യസ് അലു. ലി യസ് അൽ എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കട്ടെ എന്നാണ്. ലി യസ് അൽ അവൻ ചോദിക്കട്ടെ. കുറേ പേരോടാവുമ്പോൾ ലി യസ് അലു അവർ ചോദിക്കട്ടെ. അതിൻ്റെ മുമ്പിൽ വാ വരുമ്പോൾ വ ലി യസ് അലു എന്നുള്ളത് വൽ യസ് അലു എന്നായി മാറും, അവരും ചോദിക്കട്ടെ. മാ അൻഫഖൂ അൻഫഖ ചെലവഴിച്ചു, അൻഫഖൂ അവർ ചെലവഴിച്ചു, മാ അൻഫഖൂ അവർ ചെലവഴിച്ചത്. അപ്പോൾ വൽ യസ് അലു മാ അൻഫഖൂ അവർ ചെലവഴിച്ചത് അവരും ചോദിക്കട്ടെ. ദാലിക്കും അത്, ദാലിക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്, ദാലിക്കും എന്ന് പറഞ്ഞാലും അത് എന്നാണ്. ഒരാളോട് നമ്മൾ പറയുമ്പോൾ ദാലിക്ക എന്ന് പറയും, ഒരു സ്ത്രീയോട് പറയുമ്പോൾ ദാലിക്കി എന്ന് പറയും, രണ്ട് പുരുഷന്മാരോട് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകളോട് പറയുമ്പോൾ ദാലിക്കുമാ എന്ന് പറയാം. കുറേ പേരോട്, കുറേ പുരുഷന്മാരോട് പറയുമ്പോൾ ദാലിക്കും എന്ന് പറയും. ഇനി കുറേ സ്ത്രീകളോട് പറയുമ്പോൾ ദാലിക്കുന്ന എന്ന് പറയും. അപ്പോൾ ഒക്കെ അത് എന്നാണ് അർത്ഥം. എത്ര പേരോടാണ്, ആരോടാണ് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഈ പദങ്ങൾ മാറ്റി ഉപയോഗിക്കും. അപ്പോൾ ദാലിക്കും അത് എന്ന് പറഞ്ഞാൽ കുറേ പേരോടാണ് പറയുന്നത്, പക്ഷേ അത് അർത്ഥം അത്. അത് ഹുക്മുല്ലാഹി, ഹക്കമ എന്ന് പറഞ്ഞാൽ വിധിച്ചു, നിയമമാക്കി. ഹുക്മ് വിധി, നിയമം. ഹുക്മുല്ലാഹി അള്ളാഹുവിൻ്റെ വിധി, അള്ളാഹുവിൻ്റെ നിയമം. അപ്പോൾ ദാലിക്കും അത് ഹുക്മുല്ലാഹി അള്ളാഹുവിൻ്റെ വിധിയാണ്. യഹ്കുമു ബൈനക്കും ഹക്കമ വിധിച്ചു, യഹ്കുമു അവൻ വിധിക്കുന്നു, അവൻ വിധിക്കും. യഹ്കുമു അവൻ വിധിക്കുന്നു, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ബൈന ഇടയിൽ, ബൈനക്കും നിങ്ങൾക്കിടയിൽ, നിങ്ങൾക്കിടയിൽ അവൻ വിധിക്കുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം അള്ളാഹു അലീമുൻ, അലിമ അറിഞ്ഞു, അലീം ഏറ്റവും നന്നായി അറിയുന്നവൻ, സർവജ്ഞൻ എല്ലാം അറിയുന്നവൻ, ഹക്കീം അഗാധജ്ഞൻ. അപ്പോൾ അള്ളാഹു അഗാധജ്ഞനായ സർവജ്ഞനാകുന്നു, അല്ലെങ്കിൽ അഗാധജ്ഞനും സർവജ്ഞനുമാകുന്നു. ഇതാണ് ഈ ഒരു ആയത്തിലെ പദങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം എന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅക്കുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്തേക്ക് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ഹിജ്റയായിക്കൊണ്ട് അല്ലെങ്കിൽ പാലായനം ചെയ്തുകൊണ്ട് വന്നെത്തിയാൽ, ഫംതഹിനൂഹുന്ന അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചു കൊള്ളുക. അള്ളാഹു അഅലമു ബി ഈമാനിഹിന്ന, അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക, അല്ലെങ്കിൽ അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച്. ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവർ സത്യവിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ, നിങ്ങൾക്ക് മനസ്സിലായാൽ, അവരെ നിങ്ങൾ ആ അവിശ്വാസികളുടെ അടുത്തേക്ക് മടക്കി അയക്കരുത്. ലാഹുന്ന ഹില്ലുല്ലഹും വലാഹും യഹില്ലൂന ലഹുന്ന. ആ വന്ന സ്ത്രീകൾ ആ പുരുഷന്മാർക്ക്, അതായത് അവിശ്വാസികളായ പുരുഷന്മാർക്ക് അനുവദനീയമല്ല. ആ അവിശ്വാസികളായ പുരുഷന്മാർ ഈ സ്ത്രീകൾക്കും അനുവദനീയമല്ല. വ ആത്തൂഹും മാ അൻഫഖൂ, അവർ ചെലവഴിച്ചതെന്തോ അത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന ഇദാ ആത്തൈത്തുമൂഹുന്ന ഉജൂറഹുന്ന. അവർക്കുള്ള മഹർ അല്ലെങ്കിൽ വിവാഹമൂല്യം നിങ്ങൾ നൽകുകയാണെങ്കിൽ അവരെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. വലാ തുംസിക്കൂ ബി ഹുസമിൽ കവാഫിരി. നിങ്ങൾ അവിശ്വാസിനികളായ ആളുകളുടെ ആ ഒരു വിവാഹബന്ധത്തെ നിങ്ങൾ പിടിച്ചു വെക്കരുത്. വസ്അലൂ മാ അൻഫഖ്തും വൽ യസ്അലൂ മാ അൻഫഖൂ. നിങ്ങൾ അവർക്ക് ചെലവാക്കിയത് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, അവർ ചെലവാക്കിയത് അവരും ചോദിച്ചു കൊള്ളട്ടെ. ദാലിക്കും ഹുക്മുല്ലാഹി യഹ്കുമു ബൈനക്കും. അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. നിങ്ങൾക്കിടയിൽ അള്ളാഹു വിധി നടപ്പാക്കുന്നു അല്ലെങ്കിൽ വിധിക്കുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു അഗാധജ്ഞനായ സർവജ്ഞനാകുന്നു. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ആയത്താണിത്. നമുക്കത് ഏറ്റവും ലളിതമായ രൂപത്തിൽ, ചുരുങ്ങിയ രൂപത്തിൽ കാര്യങ്ങൾ നോക്കാം.
യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഈ കാര്യങ്ങളുടെ അവതരണ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ഹുദൈബിയ സന്ധിയിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഒന്നാമത്തെ ആയത്തിൻ്റെ സമയത്ത് ഹുദൈബിയ സന്ധിയിൽ ഉണ്ടാക്കിയ ആ ഒരു കരാറിലുണ്ടാക്കിയ നിബന്ധനകളിൽ ഒന്ന്, മക്കയിൽ നിന്ന് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മദീനയിലേക്ക് വരികയാണെങ്കിൽ, വിശ്വാസികളായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം, മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതേസമയം മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് പോവുകയാണെങ്കിൽ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവരെ തിരിച്ചയക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള കരാറുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം പല ആളുകളും ആ തരത്തിൽ വന്നിരുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം മതം സ്വീകരിച്ച് വന്നിരുന്നു. പക്ഷെ അവർ തിരിച്ചയക്കേണ്ടി വന്നു. അതേസമയം ആദ്യമായി ഒരു സ്ത്രീ, ഒരു വനിത വന്ന സമയത്ത് ഇവരെന്ത് ചെയ്യണം? പുരുഷന്മാരെ തിരിച്ചയക്കണം. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ആദ്യമായി അങ്ങനെ ഒരു വനിത വന്നത് ഉമ്മു കുൽസൂം ബിൻത്ത് ഉഖബത്ത് എന്ന് പറയുന്ന സഹാബി വനിതയാണ്. അവരാണ് ഏറ്റവും ആദ്യമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം? മടക്കി അയക്കണം. ഇവിടെ ഈ ഒരു കാര്യം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഹുദൈബിയ സന്ധിയിൽ എല്ലാവരെയും, ആര് വന്നാലും അവരൊക്കെ മടക്കി അയക്കണമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു അവിടെ അവരെ മടക്കി അയക്കേണ്ടതില്ല എന്നുള്ള നിയമം വെച്ചു എന്ന അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർക്ക്. മറ്റു ചില പണ്ഡിതന്മാർക്ക് ആ കരാർ എഴുതിയ സമയത്ത് അവിശ്വാസികളുടെ, മുശ്രിക്കുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് ആ കരാർ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആ പ്രതിനിധി, അദ്ദേഹം കരാർ എഴുതുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ മക്കയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പുരുഷൻ, ഒരു റജുൽ എന്നാണ് എഴുതിയത്. അങ്ങനെ ആ ഒരു റജുൽ, ഒരു പുരുഷൻ മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചയക്കണം. അത് ശരിക്കും ഒരാൾ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. പക്ഷെ അവിടെ റജുലുൻ എന്നുള്ള വാക്ക് ഉള്ളത് കൊണ്ട് അത് പുരുഷന്മാരെയാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് വിശദീകരണം കൊടുത്തത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്ത്രീകൾ വന്ന സമയത്ത് തിരിച്ചയക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവർ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തിയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ 2 സഹോദരന്മാർ കൂടെ വന്നു. ആ സഹോദരന്മാർ അവരെ തേടിയെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറഞ്ഞയച്ചില്ല. അവരെ പറഞ്ഞയക്കാത്തത് കൊണ്ട് കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടുകളിലും അതൊരു വലിയ പ്രശ്നമായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം അത് കരാർ ലംഘനമായിരുന്നുവെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട്, അങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ കരാർ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നതാണ് ചില പണ്ഡിതന്മാരുടെ വിശദീകരണം. അല്ലാഹു അലം. എന്തായാലും ഈ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അള്ളാഹു പറയാണ്, സത്യവിശ്വാസിനികൾ ഹിജറയായിക്കൊണ്ട് അവരുടെ സ്വദേശം വെടിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ അവരെ പരീക്ഷിച്ചു കൊള്ളുക. ഫം തഹിനൂഹുന്ന, നിങ്ങളവരെ പരീക്ഷിച്ചു കൊള്ളുക. എന്താണ് ഈ പരീക്ഷിക്കേണ്ടത്? അവർ ശരിക്കും സത്യവിശ്വാസിനികളായി തന്നെ വന്നതാണോ? ഈ ഒരു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ വന്നതാണോ? അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന്, സ്വന്തം ഭർത്താവിനോട് അവിടെ തെറ്റിയിട്ട് പോരേ, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി വരേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം, അങ്ങനെ ഏത് ലക്ഷ്യത്തിനാണ് അവർ വന്നത്? അതൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അള്ളാഹു അവിടെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അള്ളാഹു അഅലമു ബി ഈമാനിഹിന്ന, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, ഈമാനിനെക്കുറിച്ച് അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് അറിയില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കി എന്നുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അവരോട് ചോദിക്കണം, എന്നിട്ട് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം, അവർ പറയുന്നത് വിശ്വസിക്കണം. അതല്ലാതെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അത് അള്ളാഹുവിനെ അറിയുള്ളൂ. അവരുടെ ശരിയായ ഈമാൻ എന്ത് എന്നുള്ളത് അള്ളാഹുവിനെ അറിയുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അവർ വന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ, ഈ മതം സ്വീകരിച്ചതിൻ്റെ പേരിലാണെങ്കിൽ അവിടെ നിങ്ങൾ അവരെ മടക്കി അയക്കേണ്ടതില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫഇൻ അലിംതുമൂഹുന്ന, നിങ്ങൾക്ക് ബോധ്യമായാൽ, നിങ്ങളുടെ ആ പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായാൽ, എന്ത് മനസ്സിലായാൽ? അവർ മുഅ്മിനാത്തുകളാണ് എന്ന് മനസ്സിലായാൽ, ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ,
അവരുടെ സ്വന്തം നാടുകളിലേക്ക്, കാഫിറുകളുടെ ഇടയിലേക്ക്, അവിശ്വാസികളുടെ ഇടയിലേക്ക് അവരെ നിങ്ങൾ മടക്കി അയക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളാണ്, ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അവർക്ക് കൈവരിക്കേണ്ടി വരും. അപ്പോൾ അവർ വിശ്വാസിനികളാണ് എന്ന് നിങ്ങളുടെ പരീക്ഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് അവർ സത്യം ചെയ്തുകൊണ്ടൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളത് വിശ്വസിച്ചോളണം. അവരെ പിന്നെ നിങ്ങൾ മടക്കി അയക്കേണ്ടതില്ല, അവരുടെ ആ ഒരു അവിശ്വാസികളുടെ നാട്ടിലേക്ക് അവരെ തിരിച്ചയക്കേണ്ടതില്ല. എന്നിട്ട് അള്ളാഹു പിന്നെ അടുത്തൊരു കാര്യം പറയാം, ലാ ഹുന്ന ഹെല്ലുല്ലഹും. ഈ വന്ന സ്ത്രീകളുണ്ടല്ലോ, സത്യവിശ്വാസിനികളായിക്കൊണ്ട് വന്ന സ്ത്രീകളുണ്ടല്ലോ, ഇവർ ലാ ഹുന്ന ഹെല്ലുല്ലഹും, അവർക്ക് അനുവദനീയമല്ല. അവരെവിടുന്നാണോ പോകുന്നത് ആ നാട്ടിലുള്ള അവിശ്വാസികളായ പുരുഷന്മാർക്ക് ഇവർ അനുവദനീയമല്ല. വലാഹും യഹല്ലൂന ലഹുന്ന, ആ നാട്ടിലെ അവരെവിടുന്നാണോ പോകുന്നത് ആ നാട്ടിലുള്ള അവിശ്വാസികളായ പുരുഷന്മാർ ഈ സ്ത്രീകൾക്കും അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ ഇനി അവർ പരസ്പരം അവരുടെ നാട്ടിൽ നിന്ന് പോന്നു, അവരുടെ നാട്ടിലുള്ള അവരുടെ ഭർത്താക്കന്മാരും മറ്റുമൊക്കെ അവിശ്വാസികളാണ്, ഇവർ മുസ്ലിങ്ങളായി, അതുകൊണ്ട് ഇനി ഇവർ പരസ്പരം ഇവർ അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റൂല. കല്യാണം കഴിച്ചവരാണെങ്കിൽ ആ ബന്ധവും ഇല്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാ, വ ആത്തൂഹും മാ അൻഫഖൂ, അവർക്ക് നിങ്ങൾ കൊടുക്കുക. ആർക്ക്? ആ നാട്ടിലുള്ള എവിടുന്നാണോ ആ സ്ത്രീകൾ വന്നത് ആ നാട്ടിലുള്ള അവരുടെ പുരുഷന്മാർക്ക് അവർക്ക് നിങ്ങൾ കൊടുക്കുക. മാ അൻഫഖൂ, അവർ ചെലവഴിച്ചത്. കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ വിവാഹമൂല്യം കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. നോക്കൂ, നിങ്ങൾ മഹറിൻ്റെ ഒരു വില പറയുന്നത് അവിടെ ശരിക്കും അവിടെ പറഞ്ഞാൽ മതി, അവരിനി അനുവദനീയമല്ല എന്ന് പറഞ്ഞ് നിർത്താമായിരുന്നു. പക്ഷേ അള്ളാഹു അത് കൃത്യമായി സൂക്ഷ്മമായി അതിൻ്റെ ബാക്കിയും കൂടെ പറയാണ്. അവരുടെ മഹറുകൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന മഹറുകൾ നിങ്ങൾ അവരെ തിരിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ എന്താണോ അവർക്ക് വേണ്ടി ചെലവഴിച്ചത് അത് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇവരിങ്ങനെ അവിടുന്ന് വന്നതിന് ശേഷം ഇവരെ ഇനി ആ നാട്ടിലേക്ക് പറഞ്ഞയക്കൂല, ഇത് സ്ത്രീകളായതുകൊണ്ട് നമ്മുടെ കരാറിൽ ആ സ്ത്രീകളെ പറ്റിയല്ല പറഞ്ഞത്, അതുകൊണ്ട് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചയക്കൂല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പലതും ചിലവാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ചിലവാക്കിയത് നിങ്ങളാണ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആത്തൂഹും, ആ അവിശ്വാസികളായ പുരുഷന്മാർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. മാ അൻഫഖൂ, അവർ ചെലവഴിച്ചത്. നോക്കൂ, അവിശ്വാസികളായിട്ട് പോലും അവർക്ക് ആ ചെലവ് അവരോട് നീതി പാലിക്കാനാണ് പറയുന്നത്. അവർ ചെലവാക്കിയത് അവർക്ക് തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അവിടെ നിന്നും അനീതി, അവർ അവിശ്വാസികളാണെന്നുള്ള പേരിൽ അനീതി കാണിക്കരുത്, അവരോട് നീതി കാണിക്കണം. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹുന്ന ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുന്ന, ഈ വന്ന സ്ത്രീകളുണ്ടല്ലോ അവർക്ക് നിങ്ങൾ വിവാഹമൂല്യം നൽകുകയാണെങ്കിൽ, മഹർ നൽകുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ മുമ്പൊരിക്കൽ അവർ ഒരു പുരുഷന് വിവാഹമൂല്യം നൽകിയല്ലോ എന്ന് കരുതി ഇനി കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ഇനിയും കൊടുക്കണം. നിങ്ങൾ കല്യാണം കഴിക്കുകയാണോ നിങ്ങൾ മഹർ കൊടുക്കണം, വിവാഹമൂല്യം കൊടുക്കണം. അങ്ങനെ വിവാഹമൂല്യം കൊടുത്ത് നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം. എന്നിട്ട് പിന്നെ അള്ളാഹു പറയാം, ഈ പുരുഷന്മാരോടാണ് ഇനി പറയുന്നത്, വലാ തുംസിക്കൂ ബിഹ്സമിൽ കവാഫിർ, അവിശ്വാസിനികളുമായിട്ടുള്ള ആ വിവാഹബന്ധത്തെ, നിങ്ങളുടെ ആ കെട്ടുകളെ നിങ്ങൾ പിടിച്ചു വെക്കരുത്. കാരണം കുറേ പേര് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണുള്ളത്. ഇവരുടെ ഭാര്യമാർ മക്കത്തായിരിക്കും, മറ്റൊരു രാജ്യത്താണ്. അവർ അവിശ്വാസിനികളുമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കല്യാണം ഇനി നിലനിൽക്കുന്നില്ല, അവരെ നിങ്ങൾ പിടിച്ചു വെക്കരുത്. അവരെ നിങ്ങൾ വിവാഹമോചനം നൽകണം, അല്ലെങ്കിൽ അവരെ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒഴിവായി എന്നർത്ഥം. വലാ തുംസിക്കൂ, നിങ്ങൾ പിടിച്ചു വെക്കരുത് ബി ഹുസമിൽ കവാഫിരി, അവിശ്വാസിനികളുമായിട്ടുള്ള നിങ്ങളുടെ ആ ബന്ധം. നിങ്ങളവിടുന്ന് പോരുന്ന സമയത്ത് അവിശ്വാസിനികളായ രൂപത്തിൽ ഭാര്യമാരുണ്ടാവും. മുസ്ലിങ്ങൾക്ക് ഭാര്യമാർ അവിശ്വാസിനികളായ രൂപത്തിലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് കാലത്ത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരേ വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിമൊക്കെ ഉള്ള രൂപത്തിലുണ്ട്. അന്നൊന്നും ഈ നിയമമല്ല. അതുകൊണ്ട് തന്നെ ഈ നിയമം ഇറങ്ങുമ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങളുടെ ഭാര്യമാർ അവർ അവിശ്വാസിനികളായ രൂപത്തിൽ നിങ്ങളുടെ സ്വദേശത്ത് മക്കയിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പിടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ ഇനി ഭാര്യമാരായി നിങ്ങൾ പിടിച്ചു വെക്കരുത് എന്നർത്ഥം. ആ രൂപത്തിൽ നിങ്ങൾ അവരെ കാണേണ്ടതില്ല എന്നർത്ഥം. എന്നിട്ടോ വസ്അലൂമ അൻഫക്തും, നിങ്ങൾക്ക് ചോദിക്കാം അവരോട് നിങ്ങൾ ചിലവാക്കിയത്. അവരെ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് മഹർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവാക്കിയത് നിങ്ങൾക്ക് ചോദിക്കാം. വൽ യസ്അലൂമ അൻഫഖൂ, അവർ ചിലവാക്കിയത് അവരും ചോദിക്കട്ടെ. വൽ യസ്അലൂ, ആ നാട്ടിലെ ആ മക്കയിലുള്ള അവിശ്വാസികളായ പുരുഷന്മാർ
അവരും ചോദിച്ചു കൊള്ളട്ടെ മാ അൻഫക്കു, അവർ ചെലവാക്കിയത്. ഈ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവരുടെ ഭർത്താക്കന്മാർ അവിടെ നാട്ടിലുണ്ട്, മക്കയിലുണ്ട്. അവർ വലി എസ് അലു, അവർ ചോദിച്ചു കൊള്ളട്ടെ, ആ ഒരു പുരുഷന്മാർ ചോദിച്ചു കൊള്ളട്ടെ മാ അൻഫക്കു, അവർ ഇവർക്ക് വേണ്ടി ചെലവാക്കിയത് അല്ലെങ്കിൽ അവർ നൽകിയ വിവാഹമൂല്യം അവരും ചോദിച്ചു കൊള്ളട്ടെ. അപ്പോൾ ആ ഒരു വിവാഹത്തിൻ്റെ ബന്ധം ഒഴിവാക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. ദാലിക്കും ഹുക്മുല്ലാഹി യഹ്കുമു ബൈനക്കും, ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്. അപ്പോൾ ഇവിടെ മുതൽ അതൊരു നിയമമാക്കി. ഇതിന് മുമ്പത്തൊന്നും കാലത്ത് അത് നിയമമല്ല. നമുക്കറിയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ മുസ്ലിമായിരുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും മകനൊക്കെ നമുക്കറിയാം. അതേപോലെ ഫിർഔന്റെ കൊട്ടാരത്തിൽ ഭാര്യയായിട്ടുണ്ടായിരുന്ന ആസിയ ബീവി, അവർ മുസ്ലിമാണ്, ഭർത്താവ് കാഫിറുമാണ്. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒരു സമയത്ത് നിയമമായിട്ട് വന്നു. ഇനി അങ്ങനെ അവരെ അനുവദനീയമാകുകയില്ല, ആ തരത്തിൽ നിങ്ങൾക്ക് അവർ അനുവദനീയമല്ല എന്നുള്ള നിയമം അള്ളാഹു വെച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ് വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്, അള്ളാഹു അഗാധജ്ഞനുമാണ് എന്ന് അള്ളാഹു അവിടെ പറയാണ്. അപ്പോൾ ഇതിലൂടെ പല നിയമങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ, 2 പേര് അവിശ്വാസികളായ രൂപത്തിൽ ജീവിക്കുകയാണ്, 2 പേരും മുസ്ലിങ്ങളല്ല, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ്. അതിലൊരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ ആ മുസ്ലിം ആകുന്നതോടുകൂടി അവരുടെ വിവാഹബന്ധം വേർപെട്ടുവോ, തലാഖ് ചെല്ലാതെ തന്നെ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടുവോ ഇല്ലയോ? ചിലർ പറയുന്നു അതോടുകൂടെ ആ ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടു. ഭാര്യ അഹ്ൽ കിതാബ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ജൂതന്മാരോ പെട്ട ആളല്ലെങ്കിൽ, കാഫിറുകൾ മറ്റ് അവിശ്വാസിനികളാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ബന്ധം വേർപെട്ടു. എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അതോടുകൂടെ പെട്ടെന്ന് വേർപ്പെടില്ല, അത് പിന്നീട് ആ തരത്തിൽ വേർപ്പെടുത്തണം. 2 പേർക്കും ഒരുപാട് ന്യായങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത്. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഇപ്പോൾ ഇതിൽ തൊലാഖിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതോടുകൂടി നിങ്ങളുടെ ആ ബന്ധം നിങ്ങൾക്ക് അവർ അനുവദനീയമാകുകയില്ല എന്ന് പറഞ്ഞു. അവിടെ തൊലാഖിനെ പറ്റി, ഇദ്ദയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ എടുത്ത് ചൂണ്ടിക്കൊണ്ട് ചില ആളുകൾ അതോടുകൂടി അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ചില ചരിത്ര സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹു ആലം. ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യാ അയ്യുഹ, അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. യാ എന്നുള്ളതൊരു പദം, അതിലാണ് മദ്ദ് വന്നത്. അയ്യുഹ എന്നുള്ളത് വേറെ പദം, അതിലാണ് ഹംസ വന്നത്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ, അവിടെ അങ്ങനെ തന്നെയാണ്. ആമനൂ എന്നുള്ളതിൽ മദ്ദ് വന്നു, അവസാനത്തിൽ ഇദാ അതിൻ്റെ തുടക്കത്തിൽ ഹംസയുണ്ട്. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. എന്നാൽ ജാ അക്കും, അവിടെ ജാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു, ആ എന്നുള്ളത്. അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നത് ഒരേ പദത്തിലാണ്. നിർബന്ധമായിട്ടും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം. ഇങ്ങനെ ഈ നിർബന്ധമായിട്ട് നീട്ടേണ്ട സ്ഥലങ്ങളെ മദ് മുത്തസിൽ എന്നും, വ്യത്യസ്തമായ പദങ്ങളിൽ വരുമ്പോഴുള്ള ആ മദ്ദിനെ മദ് മുൻഫസിൽ എന്നും പറയും. അൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ എന്ന് കഴിഞ്ഞിട്ട് തൻവീൻ, മുഹാജിറാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീൻ, അതിനുശേഷം ഫ ആണ്. ഫിൻ്റെ മുമ്പ് തൻവീൻ വരുമ്പോൾ ഇഖ്ഫാ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മുഹാജിറാത്തിൻ ഫംതഹിനു ഹുന്ന, ആ ഹുന്ന എന്നുള്ളത് കഴിഞ്ഞിട്ടൊരു സ്വിലി കാണാം. ആ സ്വിലി കണ്ടു കഴിഞ്ഞാൽ അവിടെ പാരായണം നിർത്താം, നിർത്താതെയും പോവാം. നിർത്താതെ പോവലാണ് കൂടുതൽ ഉത്തമം. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കട്ടെ, പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് ഈ ആയത്തിലൊക്കെ നിങ്ങൾ പല മുസ്ഹഫുകളിൽ നോക്കിയാൽ ഒരു സ്ഥലത്ത് സ്വിലിയുള്ളിടത്ത് വേറൊരു മുസ്ഹഫിൽ നോക്കിയാൽ അവിടെ ജീമൊക്കെ ആയിരിക്കും കാണാം. അത് കണ്ട് ഇതെന്തോ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വിചാരിക്കേണ്ട. കാരണം ഖുർആനിൻ്റെ ഈ പാരായണ നിയമങ്ങൾ പിൻകാലത്ത് പണ്ഡിതന്മാർ, ഈ ഖുർആൻ വ്യാഖ്യാതാക്കളും അതുപോലെ ഖുർആനിൻ്റെ പണ്ഡിതന്മാരും ഒക്കെ അവർ കൊടുത്തതാണ് ഈ അടയാളങ്ങളൊക്കെ. അപ്പോൾ ഒരാൾക്ക് അവിടെ നിർത്താതെ ഓതലാണ് ഉത്തമം എന്ന് തോന്നി, മറ്റൊരാൾക്ക് നിർത്തിയാലും നിർത്തിയിട്ടില്ലെങ്കിലും ഒരേപോലെയും തോന്നി. അങ്ങനെയൊക്കെ ആ തരത്തിൽ ആ പാരായണത്തിൻ്റെ നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. അത് ഖുർആനിലുള്ള വ്യത്യാസമല്ല. അതുകൊണ്ട് തന്നെ ചില മുസ്ഹഫുകളിൽ സ്വിലിയുള്ളിടത്ത് മറ്റു മുസ്ഹഫുകളിൽ ജീമ് കാണാം, ചിലയിടത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും വ്യത്യാസങ്ങളല്ല. അപ്പോൾ ഇവിടെ സ്വിലി ഉണ്ട് എങ്കിൽ അവിടെ പാരായണം നിർത്താനും നിർത്താതിരിക്കാനും അനുവാദമുണ്ട്. നിർത്താതെ ഓതലാണ് കൂടുതൽ ഉത്തമം. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ ഫംതഹിനു ഹുന്ന എന്നുള്ളതിൻ്റെ ആ നൂനിൻ്റെ അവസാനത്തിൽ സുക്കൂന് കൊടുക്കുമ്പോൾ ഫംതഹിനു ഹുൻ
ഹുൻ എന്നേ വരുള്ളൂ. ഹുന്ന് എന്ന് ശബ്ദോടുകൂടിയല്ല പറയാ, ഹുൻ എന്നേ പറയുള്ളൂ. അള്ളാഹു അഅ്ലമു ബി ഈമാനിഹിൻ, അവിടെയും സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ പോലാണ് ഏറ്റവും ഉത്തമം കഴിയുമെങ്കിൽ. നിർത്താതെ പോകുമ്പോൾ ഹിന്ന എന്നുള്ളതിന് ശബ്ദോടു കൂടി തന്നെ പറയണം, അവിടെ മണിച്ചിട്ട് തന്നെ പറയണം. നേരത്തെ പറഞ്ഞ സ്ഥലത്തും അതുപോലെ തന്നെ ഫംതഹിനു ഹുന്ന, അവിടെ പിന്നെ നിർത്താതെ പോവുകയാണെങ്കിൽ നൂനിൻ്റെ ശബ്ദം മണിച്ചിട്ട് പറയണം. ഇനി ഫ ഇൻ അലിംതും, ഐനിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇൽഹാർ ചെയ്യുക, വെളിവാക്കിക്കൊണ്ട് പറയുക. ഫ ഇൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അലിംതുമു ഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. മുഅ്മിനാത്തിൻ, അവിടെ തൻവീനു ശേഷം ഫ, അപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഫലാ തർജിഉഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഇലൽ കുഫാർ, അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ റാഇന് സുക്കൂൻ ഇട്ടിട്ട് കുഫാർ എന്ന് പറഞ്ഞിട്ട് നിർത്തുക. നിർത്താതെ പോവുകയാണെങ്കിൽ ഇൽ കുഫാരി എന്ന് പറയാം. റാഇന് കസ്റ ആയതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ലാ ഹുന്ന, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഹില്ലുല്ലഹും, ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നു. ലാമിൻ്റെ മുമ്പ് തൻവീന് കണ്ടാൽ ആ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക, മണിക്കാൻ പാടില്ല. അപ്പോൾ ഹില്ലുല്ലഹും എന്നാണ് പറയാം, ഹില്ലുൻ എന്ന് പറയില്ല, ഹില്ലുല്ലഹും. അതുകൊണ്ടാണ് ലഹും എന്നുള്ളതിൻ്റെ ആ ലാമിന് ശബ്ദ് വന്നത്. അവിടെ ഹില്ലുല്ലഹും, ഹില്ലുല്ലഹും എന്നാണ് പറയാം. അത് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നുള്ള നിയമമാണ്. വലാഹും യഹില്ലൂന ലഹുന്ന, അവിടെ ലഹുന്ന എന്നുള്ളതിലെ ആ ശബ്ദുള്ള നൂനെ മണിച്ചിട്ട് ഉച്ചാരണം ചെയ്യുക. അവിടെയും സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് കൂടുതൽ ഉത്തമം. വ ആത്തൂഹുമ്മ, അവിടെ വ ആത്തൂഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, അതിനുശേഷം ഫത്തഹുള്ള മീമ്. അപ്പോൾ രണ്ട് മീമുകൾ അടുത്തടുത്ത് വരുമ്പോൾ അതിൽ ആദ്യത്തെ മീമിന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തും ആണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമാക്കി മണിച്ചിട്ട് ഉച്ചരിക്കുക. വ ആത്തൂഹുമ്മ, അവിടെ മാ അൻഫക്കു എന്നുള്ളിടത്ത് മദ്ദും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മാ അൻഫക്കു. അൻഫക്കു എന്നുള്ളിടത്ത് ഫാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻഫക്കൂ എന്ന് കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. അവിടെയൊക്കെ ചിലപ്പോൾ ചില മുസ്ഹഫുകളിൽ സിലിയാവാം, ചിലതിൽ ജീമാവാം. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹു, താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അൻ തൻകിഹു, തൻകിഹു. ക്യാഫിൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന്, അവിടെയും ഇഖ്ഫാ. തൻകിഹു, തൻകിഹു ഹുന്ന, നൂനിൻ്റെ ശബ്ദ് മണിക്കുക. ഇതാ ആത്തൈത്തും, ഇതാ എന്നുള്ള നീട്ടലിന് ശേഷം ആത്തൈത്തും ഹംസ വന്നു. നീട്ടലും ഹംസയും അടുത്തടുത്ത് വ്യത്യസ്ത പദങ്ങളിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. ഇതാ ആത്തൈത്തുമൂഹുന്ന, നൂനിൻ്റെ ശബ്ദ് മണിക്കുക. ഉജൂറഹുന്ന, അവിടെയും നൂനിൻ്റെ ശബ്ദ് മണിക്കുക. അവിടെ ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. വലാ തുംസിക്കൂ ബി ഹിസമിൽ കവാഫിരി, കവാഫിരി എന്നിടത്ത് റാഇന് കസ്റ ആയതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. വസ് അലു മാ അൻഫഖ്തും, മാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. അൻഫഖ്തും, ഖാഫിന് സുക്കൂന് വന്നു. അവിടെ കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, തൊട്ട് വെച്ച് പോയാൽ പോരാ. അൻഫഖ്തും, ഖ് എന്നുള്ളത് വെളിവായി കേൾക്കണം. വൽ യസ് അലു മാ അൻഫഖു, അവിടെയും നേരത്തെ പറഞ്ഞ അതേ നിയമം. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. കാരണം അദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അതിനുശേഷം ജീമ് നേരത്തെ സൂചിപ്പിച്ചു. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. ദാലിക്കും ഹുക്മുല്ലാഹി യഹ്കുമു ബൈനക്കും, അവിടെ സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത്. വല്ലാഹു അലീമുൻ ഹക്കീം, അലീമുൻ എന്ന് കഴിഞ്ഞിട്ട് തൻവീന്, അതിനുശേഷം വരുന്ന അക്ഷരം ഹ ആണ്. ഹാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാർ, വെളിവാക്കി പറയണം. വെളിവാക്കി പറയേണ്ട സന്ദർഭങ്ങളിലുള്ള ആ തൻവീന് നോക്കിയാൽ ഒന്നുകിൽ ഒരു കൊളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയ കൊളുത്തും അതിൻ്റെ താഴെ ഒരു ചെറിയ കൊളുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. അലീമുൻ, അവിടെ ഇൽഹാറോടുകൂടി നൂനിനെ വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. അലീമുൻ. ഹക്കീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ കീ എന്നുള്ള നീട്ടിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദാരിലായിട്ട് മാറും. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലസീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുൻ അല്ലാഹു അഅലമു ബിഈമാനിഹിൻ ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ
ലാ ഹുന്ന ഹില്ലുൽ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ വആതൂഹും മാ അൻഫഖൂ വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുന്ന ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുൻ വലാ തുംസികൂ ബിഹിസമിൽ കവാഫിരി വസ്അലൂ മാ അൻഫഖ്തും വൽ യസ്അലൂ മാ അൻഫഖൂ ദാലികും ഹുക്മുല്ലാഹി യഹ്കുമു ബൈനകും വല്ലാഹു അലീമുൻ ഹകീം. ഇനി ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു എന്നെടുത്തു കഴിഞ്ഞാൽ ജാഅ വന്നു, കും നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളിലേക്ക്. അപ്പോൾ കും എന്നുള്ളത് അവിടെ ഒബ്ജക്റ്റാണ്, മഫ്ഊലും ബിഹിയാണ്, കർമ്മാണ്. സാധാരണ മഫ്ഊലും ബിഹിക്ക് നെസ്ബ് കൊടുക്കും, പക്ഷേ ഇവിടെ നെസ്ബിൻ്റെ അടയാളമായിട്ട് ഫത്ത് ഇടാനൊന്നും പറ്റൂല, അത് കും എന്നുള്ളതായതുകൊണ്ട്. പിന്നെ മുഅ്മിനാത്ത് വന്നു, അത് സബ്ജക്റ്റാണ്. ആരാണ് വന്നത്? ആ സ്ത്രീകൾ, സത്യവിശ്വാസിനികൾ. അതുകൊണ്ട് അത് സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഫായിലാണ്. സാധാരണഗതിയിൽ ഫായിലിനനുസരിച്ച് ജാഅത്ത് എന്ന് ചേർക്കണ്ടേ, പക്ഷെ ഇവിടെ ജാ എന്നുള്ളൂ. അതിൻ്റെ കാരണം ഈ ഫിയലിൻ്റെയും ഫായിലിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ ഫിയലിനെ മുഅന്നസായിട്ടോ അല്ലെങ്കിൽ മുദക്കറായിട്ടോ എഴുതാം. ജാ എന്നോ ജാഅത്ത് എന്നോ രണ്ട് രൂപത്തിലും എഴുതാം, അക്കും എന്നതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ. ഇനി കുമു എന്നാവാനുള്ള കാരണം കും എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂന്, അൽ മുഅ്മിനാത്തിൻ്റെ തുടക്കത്തിലുള്ള ലാമിനും സുക്കൂന്. ഉച്ചരിക്കുന്ന രണ്ടക്ഷരങ്ങൾക്ക് അടുത്തടുത്ത് സുക്കൂന് വന്നാൽ അതിൻ്റെ ആദ്യത്തെ ആ സുക്കൂനിനെ മാറ്റും. ഇവിടെ കും എന്നൊക്കെ വരുമ്പോൾ കുമു എന്നാണ് ആക്കുക. അതുകൊണ്ടാണ് കുമുൽ മുഅ്മിനാത്തു എന്ന് വന്നത്. ഇനി മുഹാജിറാത്ത് എന്നുള്ള പദം ഹാലിൻ്റെ പദമാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നാൽ, ഏത് അവസ്ഥയിൽ വന്നാൽ, പാലായനം ചെയ്യുന്നവരായിക്കൊണ്ട് വന്നാൽ, അപ്പോൾ അത് ഹാലാണ്. ഹാലിൻ്റെ പദത്തെ സൂചിപ്പിക്കാൻ എപ്പോഴും നെസ്ബാണ് ഉപയോഗിക്കുക. ഇവിടെ മുഹാജിറാത്തിൻ എന്നെഴുതിയത് നെസ്ബിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ അതിന് നെസ്ബാണ് കിട്ടിയിട്ടുള്ളത്. ഈ അലിഫും താവും കൊണ്ട് അവസാനിക്കുന്ന ബഹുവചന സ്ത്രീലിംഗ രൂപങ്ങൾ അതിന് നെസ്ബ് കിട്ടുമ്പോൾ കെസർ കൊണ്ടാണ് നെസ്ബിനെ സൂചിപ്പിക്കുക. സമാവാത്തി, അതേപോലെ മുഹാജിറാത്തിൻ, മുഹാജിറാത്തി എന്നുള്ള രൂപത്തിലാണ് അവയ്ക്ക് നെസ്ബ് കൊടുക്കുക. ഫം തഹിനു, അവിടെ ഫാ ഉൽ വാഖിയ എന്നാണ് പറയുക. അതായത് ഒരു ഷർത്ത് പറഞ്ഞിട്ട്, ഒരു നിബന്ധന പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു മറുപടിക്ക് വേണ്ടി, ജവാബിന് വേണ്ടിയിട്ട് ഫാ കൊടുക്കുമ്പോൾ അതിനെ ഫാ ഉൽ വാഖിയ ഫി ജവാബി ഷർത്തി എന്നാണ് പറയുക. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ഹിജ്റ ആയിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എന്ത്, അതിൻ്റെ മറുപടിയാണ് ഇനി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവരെ പരീക്ഷിക്കുക. അപ്പോൾ ആ മറുപടി തുടങ്ങുന്ന സ്ഥലത്തുള്ള ഫാഇനെയാണ് ഫാ ഉൽ വാഖിയ എന്ന് പറയാം. അള്ളാഹു അലമു ബി ഈമാനിഹിന്ന ഫഇൻ അലിംതുമുഹുന്ന. ഫാ ഇസ്തിനാഫയുടെ ഫാ ആണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവിടെ ഫലാ അത് വാക്യ, അതായത് ഫാ ഉൽ വാക്യാണ്. കാരണം സത്യവിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, ഒരു നിബന്ധന പറഞ്ഞു, അങ്ങനെ ആയാൽ ഫലാ തർജിഊഹുന്ന, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അവരെ മടക്കി അയക്കരുത്. അപ്പോൾ അത് ആ ഫാ ഉൽ വാക്യാണ്. ഇനി അവിടെ ലാ തെർജിഉ എന്നുള്ളിടത്ത് ഒരാളോടാണെങ്കിൽ ലാ തെർജിഉ, നീ മടക്കരുത് എന്ന് പറയും ഒരാളോട്. ലാ തെർജിഉ അവിടെ ശരിക്കും സുക്കൂനിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയത്ത് കുറേ പേരോടാകുമ്പോൾ ലാ തെർജിഉ എന്നവർ, തെർജിഊന എന്നുള്ളതിന് മുമ്പിൽ ലാ വരുമ്പോൾ ലാ തെർജിഉ, അവിടെ ശരിക്കും ജസ്മ് കിട്ടിയിരിക്കുകയാണ്. ആ ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ നൂനെ കളഞ്ഞത്. ലാ തെർജിഉ, നിങ്ങൾ മടക്കി അയക്കരുത് കുറേ പേരോടാകുമ്പോൾ. ഇലൽ കുഫാരി, ഇല വന്നതുകൊണ്ടാണ് കുഫാരി എന്ന അവസാനത്തിൽ ജെറ് കിട്ടിയത്. ആ കെസർ ജെറിൻ്റെ അടയാളാണ്. ലാഹുന്ന ഹില്ലുൽ ലഹും വലാഹും യഹില്ലൂന ലഹുന്ന വ ആത്തൂഹും മാ അൻഫഖൂ വലാ ജുനാഹ അലൈക്കും. ഇവിടെ ഈ ലാ ജുനാഹ എന്നുള്ളിടത്ത് ജുനാഹ് എന്നുള്ള പദത്തിന് നെസ്ബ് കിട്ടിയിട്ടുണ്ട്. അത് ആ ലാ വന്നതുകൊണ്ടാണ്. ലാമിൻ്റെ ഇസ്മാണ് ജുനാഹ എന്ന് പറയും. അവിടെ ഖബർ മറിഞ്ഞടക്കുകയാണ്. ഇത്തരം ലാമുകൾ ഇന്നൊക്കെ വരുന്ന പോലെയാണ്. ലാ ജുനാഹ എന്ന് പറയും ആ ഇത്തരം ലാമുകൾ വരുമ്പോൾ. അൻ തൻകിഹൂഹുന്ന, ഇവിടെ അന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. അൻ തക്തുബ, അൻ യക്തുബ എന്നൊക്കെയാണ് പറയാം. പക്ഷേ കുറേ പേരോട് പറയുമ്പോൾ യക്തുബൂന എന്നൊക്കെയാണെങ്കിൽ അൻ യക്തുബു എന്നാണ് പറയാം, അവസാനത്തെ നൂന് കളയും. അതേപോലെ ഇവിടെ തൻകിഹൂന എന്നുള്ളിടത്ത് നൂന് കളഞ്ഞു, അൻ തൻകിഹൂ എന്നായി മാറി. അത് അന്ന് വന്നതുകൊണ്ട് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നൂന് കളഞ്ഞത്. ഇദാ ആത്തൈത്തുമുഹുന്ന ഉജൂറഹുന്ന, ആത്തൈത്തും എന്നുള്ളതിൻ്റെ ഒരു ഒബ്ജക്റ്റ്, ഒരു മഫൂലും ബിഹി ഉന്ന എന്നാണ്, മറ്റൊന്ന് ഉജൂർ എന്നുള്ളതാണ്. ഹുന്ന എന്നുള്ളത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അതേസമയത്ത് ഉജൂർ എന്നുള്ളതിനെ ഉജൂറ എന്ന് എഴുതാനുള്ള കാരണം അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, മഫൂലും ബിഹി ആയതുകൊണ്ടാണ്.
ഇനി വലാ തുംസിക്കൂ ബി ഹിസ്വമി, ബി ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് ഹിസ്വമി എന്ന് എഴുതിയത്. ഹിസ്വമിൽ കവാഫിരി, അവിശ്വാസിനികളുടെ ബന്ധം. അപ്പോൾ അവിശ്വാസിനികളുടെ ബന്ധം എന്ന് പറയുമ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തി പറഞ്ഞു. ഹിസ്വമി എന്നുള്ളത് മുലാഫാണ്, അൽ കവാഫിർ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, അതുകൊണ്ടാണ് കവാഫിരി എന്ന അവസാനത്തിൽ കസ്റിട്ടത്. വസ് അലു മാ അൻഫഖ്തും വൽ യസ് അലു, അത് ശരിക്ക് അങ്ങനെയുള്ള ലാമുൽ അമ്ര വരുമ്പോൾ ലി യസ് അൽ, അതിനുശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും, സാധാരണ സുക്കൂനും ഉണ്ട്. അപ്പോൾ ലി യസ് അൽ എന്ന് പറയും ഒരാളോടാണെങ്കിൽ, അവൻ ചോദിക്കട്ടെ. കുറേ പേരുണ്ടെങ്കിൽ ലി യസ് അലൂ എന്നാ പറയാം, ലി യസ് അലൂന എന്നല്ല, അവസാനത്തെ നൂന് കളയും. അപ്പോൾ ലി യസ് അലൂ, അവർ ചോദിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു ലീ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് വാ എന്നോ ഫ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലീ എന്നുള്ളതിനെ നമുക്ക് എൽ എന്ന് പറയാം. അപ്പോൾ വൽ യസ് അലൂ എന്ന് അങ്ങനെ ആയതാണ്. മാ അൻഫഖു ദാലിക്കും, ദാലിക്ക എന്ന് പറഞ്ഞാലും ദാലിക്കും എന്ന് പറഞ്ഞാലും ഒക്കെ അത്, ആ കാര്യം, തൊട്ട് മുമ്പ് പറഞ്ഞ ആ കാര്യം. കും എന്ന് വരാൻ കാരണം ഒരുപാട് പേരോടാണിത് പറയുന്നത്, ഒരാളോട് ഒറ്റക്കല്ല, കുറേ പേരോട് പറയുമ്പോൾ ദാലിക്കും എന്ന് പറയും. ഇനി ഹുക്മുല്ലാഹി, അള്ളാഹുവിൻ്റെ വിധി, അത് മുലാഫ് മുലാഫിനിലേഹി പദപ്രയോഗമാണ്. ഹുക്മ് എന്നുള്ളത് മുലാഫ്, അള്ളാഹി എന്നുള്ളത് മുലാഫിനിലേഹി. മുലാഫിനിലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, അതുകൊണ്ടാണ് അള്ളാഹി എന്ന അവസാനത്തിൽ കസ്റിട്ടത്. യഹ്കുമു ബൈനക്കും വല്ലാഹു അലീമുൻ ഹക്കീം, ആ തുടക്കത്തിലുള്ള വാവ് അത്തഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫിയുടെ വാവായിട്ടോ പറയാം. അലീമുൻ ഹക്കീം, അലീമിനെ വിശേഷിപ്പിക്കുന്ന പദമായിട്ടാണ് ഹക്കീമിനെ പറയാം. അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപഘടനയാണ് ഉണ്ടാവുക, അലീമുൻ ഹക്കീമുൻ, രണ്ടിടത്തും അലിഫ്ലാമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.